ജെസൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ഇനി ലഹരി വിമുക്ത കൗമാര കേരളത്തിനായി കൈകോർക്കാം. പ്രതികരണങ്ങളിലേക്ക്. ഞാൻ പനയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് TM അൽഫാസ്. നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലും ഓരോ വിഷയങ്ങളിലും ലഹരി എന്ന ഒരു വലിയൊരു വിപത്തിനെ കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ റിച്ചായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ താഴ്ന്ന് ലോക്കലായിട്ട് നിൽക്കുന്ന വീടും കുടുംബവും ഇല്ലാത്ത അർഹയായി നിൽക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. യുവാക്കളുടെ ഇടയിൽ അതൊരു വലിയൊരു രീതിയിലേക്ക് ക്യാമ്പസുകളിലും സ്കൂളുകളിലും യുവാക്കളുടെ ഇടയിലേക്ക് ഇപ്പോൾ ലഹരി, നാർക്കോട്ടിക് ഡ്രഗ് അതിപ്പോൾ വളരെ സുലഭമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. നമുക്കറിയാം, ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും പറയുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും വളരെ അതൊരു ഭാഗത്ത് നടക്കുകയും ചെയ്യും. പക്ഷേ ഇത് കൂടുതൽ വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ പല ആളുകളുടെ ഇടയിലേക്കും കൂടുതലായി വർദ്ധിച്ച് വരുന്നൊരു സാഹചര്യവും നമുക്കുണ്ട്. പക്ഷേ ഇതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് വലിയൊരു ക്യാമ്പയിൻ തന്നെ നമ്മളുടെ ഇടയിൽ ആദ്യം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിപ്പോൾ വിദ്യാഭ്യാസം നിൽക്കുന്ന ആളുകൾ, രാഷ്ട്രീയക്കാർ, പത്രപ്രവർത്തകർ, അവരെല്ലാവരും കൂടി ഒരു കൊച്ചിയിലെ ഒരു കൂട്ടായ്മ ആദ്യം തന്നെ രൂപീകരിക്കുകയെങ്കിൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും കൊച്ചിയിൽ നിന്നും ഇത് നമുക്കറിയാം, കൊച്ചിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ലഹരിയുടെ ഏറ്റവും വലിയ ഹബ്ബായി മാറിയിരിക്കുകയാണ് എറണാകുളം, കൊച്ചി. കേരളത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു ഹബ്ബായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നാം മാറ്റി നിർത്തുന്നതിന് വേണ്ടി അങ്ങനെ ഇതിനൊരു നിയന്ത്രിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ആലോചിക്കാം. തീർച്ചയായും അത് ഒറ്റക്കെട്ടായി നമുക്ക് അതിനെ എങ്ങനെ പോരിടേണ്ടി വരും എന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാം.